ദ ലോർഡ് ഈസ് മൈ കെയർ ടേക്കർ. യഹോവ എൻ്റെ പരിപാലകൻ. ടൈറ്റിൽ കേൾക്കുമ്പോഴേ എല്ലാവർക്കും അറിയാം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന്. സങ്കീർത്തനം 121 ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും കാണാതെ അറിയാവുന്നതും എത്രയോ വർഷങ്ങൾ, ഇപ്പോൾ 16 വർഷത്തോളമായി TV പ്രോഗ്രാം പറയുന്നു. 16 വർഷങ്ങളിലും അനേക മക്കൾ പ്രെയർ റിക്വസ്റ്റ് ചോദിക്കുമ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുത്തിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതും സങ്കീർത്തനം 121. അപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ 121 സങ്കീർത്തനം എൻ്റെ ഒരു ജീവിത ഭാഗമായി മാറിയിരിക്കുക. അനേകർക്ക് അഡ്വൈസ് കൊടുക്കുമ്പം 21 ദിവസം 121 സങ്കീർത്തനം വായിച്ചിട്ട് എന്നെ വിളിക്കുക എന്ന് പറയും. പലപ്പോഴും അത് വിളിച്ചിട്ട് അവർ പറയും കാര്യം നടന്നു എന്ന് പറയും. അപ്പം നമുക്ക് തന്നെ ഒരു ബലമാണ്, ഇത്ര ശക്തി ഈ വചനത്തിനുണ്ടോയെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. 121 ആരോഹണ ഗീതം. ആരോഹണ ഗീതം എന്ന് പറഞ്ഞാൽ അസെൻഷനാണ്, നമ്മൾ മുകളിലോട്ട് കയറിയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. അവിടെ നിർത്താം. എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു. ഈ ഒരു പ്രാർത്ഥന ചൊല്ലണമെങ്കിൽ ഈ ലോകത്തിൽ ആരും സഹായിക്കാനില്ല എന്ന് മനസ്സിലാക്കുമ്പോഴേ നമ്മളത് ചെയ്യും. എനിക്കിപ്പോൾ എൻ്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഒത്തിരി കാശുണ്ടെങ്കിൽ കാശിന് ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കില്ലേ. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, അതുകൊണ്ട് എനിക്ക് അസുഖം പറയാൻ ഞാൻ ആശുപത്രി പോകാറില്ല. എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ദൈവകൃപയാൽ വലിയ ആശുപത്രി പോകേണ്ടി വന്നിട്ടില്ല, പക്ഷേ എന്തെങ്കിലും ചെറിയ മെഡിസിൻ കൊണ്ട് അത് നിർത്തി തരും. പിന്നെ ഞാൻ വചനത്തിലാണ് ആശ്രയിക്കുന്നത്. സോ എനിക്ക് ലോകത്തിൽ എന്തെങ്കിലും ആശ്രയം ഉണ്ടെങ്കിൽ ഈ 121 എനിക്ക് വലിയ അത്യാവശ്യമില്ല. പക്ഷേ എനിക്ക് ലോകത്തിൽ ഒന്നും ചെയ്യാൻ വയ്യാത്ത സ്റ്റേജുകൾ പലപ്പോഴും നമ്മുടെ കഴിവിനപ്പുറമായിട്ട്, എൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾക്കും എൻ്റെ ബുദ്ധിക്കും അതീതമായിട്ട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ 121 വായിക്കണം. അന്നേരമാണ് ആരും സഹായിക്കാനില്ല. അപ്പം എൻ്റെ കണ്ണ് എങ്ങോട്ട് ഉയരണമെന്ന മുകളിലോട്ട്, പർവ്വതങ്ങളിലേക്കൊന്ന് ഉദ്ദേശിക്കുമ്പം പർവ്വതത്തിനപ്പുറമായ ഒരു സ്ഥലമുണ്ട്. ഞാൻ എപ്പോഴും താഴെ നോക്കി കഷ്ടം കഷ്ടം ദുരിതം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നിടത്തു നിന്ന് എൻ്റെ ദൈവം പറയുന്നത് നീ ഒന്ന് മുകളിലോട്ട് നോക്ക്. അതാണ് ഇവിടെ പറയുന്നത്. എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയരുന്നു, എൻ്റെ സഹായം. പർവ്വതത്തിൽ എന്നാ സഹായമുണ്ടോ? പർവ്വതത്തിൽ നിന്നൊന്നും സഹായമില്ല. പർവ്വതങ്ങളുടെ മുകളിലുള്ള ദൈവം, സീനായ് മലയുടെ മുകളിൽ പ്രത്യക്ഷനായ ദൈവം, സിയോൻ മലയുടെ മുകളിൽ പ്രത്യക്ഷനായ ദൈവം ഇതാ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എപ്പോഴും നീ ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ലുക്ക് അപ്പ്, മേളിലോട്ട് നോക്ക്. നമ്മൾ മേളിലോട്ട് നോക്കുന്ന പോയിട്ട് ഇങ്ങനെ നോക്കുന്നത്, നമ്മൾ താഴോട്ട് നോക്കിയാണ് നടക്കുന്നത്. ഒരു പ്രയാസം വരുമ്പം നമ്മുടെ മുഖം കണ്ടാൽ ഒരൊറ്റ വചനം അറിയാവുന്നവരാന്ന് തോന്നൂല. ദൈവം പറയുന്നു മുകളിലോട്ട് നോക്ക്, എൻ്റെ മുഖത്തോട്ട് നോക്ക്. സിയോൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടവനായ ദൈവം ഇന്ന് ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എനിക്കറിയാം നിൻ്റെ പ്രശ്നം എന്താന്ന്. ഒരുപക്ഷെ വേറെ ഒരിടത്തു നിന്നും സഹായം കിട്ടാത്തവണ്ണം അടച്ചവനും അവൻ തന്നെ ആയിരിക്കണം, അല്ലേ? ബിക്കോസ് ഈസ് എ ജലസ് ഗോഡ്. അപ്പം നമ്മൾ ഓരോരുത്തരോടും വരുമ്പോൾ ഇതിപ്പോൾ ദൈവം ചെയ്യുന്നു പറയുന്നതിന് പകരം ഈ വചനമെടുത്തൊന്ന് വായിച്ച് അവരുടെ ആത്മാവിനെ ദൈവത്തിലോട്ട് ഉയർത്തിയാൽ അതൊരു വലിയ സുവിശേഷം തന്നെയാണ്. 121 ഇടം ചെയ്തിരിക്കുന്ന ഇതാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അപ്പോൾ എനിക്ക് സഹായം ഇന്നു മുതൽ കിട്ടുന്നത് സാധാരണക്കാരിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയവനായ ദി എൽ ഷഡായ്, the Adonai, the one living God, the one and only creative God. There is no other God beside me. I am the Almighty God. I am the Alpha and the Omega. I am the beginning and the end. I can create by saying things. Say it, say it. Just say. ആ ദൈവത്തിൻ്റെ വായിന്നൊരു ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി 1-ാം അധ്യായം നോക്കുമ്പം എല്ലാം ഭൂമിയിലുള്ള സകലത്തിനെയും ആകാശവിധാനത്തിനെയും ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഉണ്ടാക്കിയ ദൈവം, ഉടയവനായ ദൈവത്തിൻ്റെ മുഖത്തോട്ടാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇതിപ്പോൾ ഏതായാലും എനിക്ക് മേളിൽ ചെന്നിട്ട് അവിടെ പോയി ഇരിക്കാൻ ഒക്കുമല്ലോ, ജഡം ഉള്ളിടത്തോളം കാലം. പക്ഷേ ഈ വചനം എടുക്കുമ്പോൾ ഞാൻ ഉപരിതലത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞു. അതാണ് വചനത്തിൻ്റെ ശക്തി. ഈ വചനത്തിനകത്ത് നിധികളാണ്, വചനത്തിനകത്ത് ജീവനാണ്, വചനത്തിനകത്ത് താക്കോലുകളാണ്.
ഈ താക്കോല് കൊണ്ട് നോക്കണം. അല്ലാതെ ഇതും കൊണ്ടുപോയി പല മുറികളുണ്ട്. നിന്റെ മുറി തുറക്കാൻ പറ്റിയ താക്കോല് 121 എടുത്തുപയോഗിക്കുക. എങ്ങോട്ടാണ് ഞാൻ നോക്കാൻ പോകുന്നത്? പർവ്വതത്തിലേക്ക്. ആരെവിടെയുണ്ട്? സിയോന്റെ മലയിൽ പ്രത്യക്ഷപ്പെട്ടവനായ ദൈവമുണ്ട്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയവനായ യഹോവയിൽ നിന്ന്. അതാണ് ഇപ്പോൾ ഉണ്ടാക്കിയവനെന്നും കൊടുത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ദൈവം ഭൂമിയും ഭൂതലം ഉണ്ടാക്കി, എന്നിട്ട് മനുഷ്യനെ ഭൂമി ഭരിക്കാൻ മാത്രം ഏൽപ്പിച്ചു. തോട്ടം നോക്കാനും പിന്നെ കായ്കൾ ഭക്ഷിക്കാനുമായിട്ട് ഏദൻ തോട്ടത്തിൽ മനുഷ്യന് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുത്തു. മനുഷ്യൻ തൃപ്തിയായില്ലാണോ? മനുഷ്യൻ ദൈവത്തോട് അന്ന് സംസാരിക്കായിരുന്നു. പരിപാലിക്കുന്ന ഒരു ദൈവം, കരുതുന്ന ദൈവം, ഒരപ്പൻ മക്കൾക്ക് വേണ്ടി കരുതിയ ദൈവം അവിടെ പ്രത്യക്ഷനാകുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് ഈ ദൈവത്തോട് അവർക്ക് സംസാരിക്കാമായിരുന്നു. ആരാണ്? ഈ സകലത്തിനെ സൃഷ്ടിച്ചവനായ ദൈവം. അത് ഭൂമിക്ക് മനുഷ്യനെ കൊടുത്തു, മനുഷ്യന് ഭൂമിയെ കൊടുത്തു. പക്ഷേ മനുഷ്യന് ഭൂമിയെ കൊടുത്തുവെങ്കിലും മനുഷ്യൻ പാപം ചെയ്തിട്ട് മനുഷ്യൻ്റെ കൊടുത്ത അവകാശം പിശാചിന് കൊടുത്തു. അപ്പോൾ എങ്ങനെയുണ്ട്? എൻ്റെ കണ്ണും പോയി, എൻ്റെ ദൃഷ്ടിയും പോയി, എൻ്റെ ബുദ്ധിയും പോയി, ഇല്ലേ? അവസ്ഥയിലിരിക്കുന്ന മനുഷ്യനോട് ദൈവം പറയുകയാണ്, എൻ്റെ സഹായം ഇന്ന് മുതൽ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവെങ്കിലും നിന്റെ കാല് വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. എൻ്റെ കാല് വഴുതാൻ, എൻ്റെ മക്കളുടെ കാല് വഴുതാൻ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഈ ഒരു ആവശ്യത്തിൻ്റെ മുമ്പിൽ, ശത്രുവിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കാല് വഴുതി അവരുടെ മുമ്പിൽ വീഴാൻ, എൻ്റെ മുട്ട് ദുഷ്ടൻ്റെയും ശത്രുവിൻ്റെ മുമ്പിൽ മടക്കാൻ അവൻ എന്നെ അനുവദിക്കത്തില്ല. സമ്മതം. അതാണ് നമ്മൾ ശത്രു നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, നമ്മൾ ഇങ്ങേ സൈഡിൽ ഒറ്റയായിട്ട് നിൽക്കുമ്പോൾ ഈ 121 സങ്കീർത്തനം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്, എന്നെ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയവൻ എന്നോട് കൂടെ നിൽക്കുന്നത്. അവൻ പറയും, അവൻ എൻ്റെ കാല് വഴുതാൻ സമ്മതിക്കത്തില്ല. അതാണ് എൻ്റെ ഉറപ്പ്. ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്നവൻ എൻ്റെ കാല് വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല എന്ന് എനിക്കുറപ്പ് വരുന്നതാണ് എൻ്റെ ബലം. എല്ലാവരും പറഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ വലുതാണ്, എനിക്ക് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നമാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ മുകളിലോട്ട് നോക്കിയത്. ഇപ്പം നീ സൃഷ്ടാവിനെ കണ്ടില്ലേ? ഇപ്പം നീ സൃഷ്ടിച്ച ദൈവത്തെ. അന്നേരം ദൈവം പറയുന്നത്, ഇതൊരു കാഴ്ച, ഈ ഒരു യാത്ര, ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകാതെ ഈ സങ്കീർത്തനം മനസ്സിലാവൂല. എൻ്റെ കാല് ഇപ്പം, അതായത് ദൈവം എന്നെ ഇപ്പോൾ പിടിച്ചില്ല എങ്കിൽ, എൻ്റെ മുമ്പിൽ അവന് ഊരിപ്പിടിച്ച വാളുമായിട്ട് നിന്നില്ല എങ്കിൽ, ശത്രു എന്നെയും കുടുംബത്തെ ഇല്ലാതാക്കുന്ന നിമിഷത്തിൽ അവൻ വന്ന് പറയുകയാണ്, നിൻ്റെ കാല് വഴുതുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ അവനെയാണ് നോക്കിയത്. ഞാൻ ഒരു കാശോ നേർച്ചയോ ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല. ഐ ജസ്റ്റ് ടുക്ക് ദിസ് Psalms 121. താവേ, ഇത് നിൻ്റെ മുമ്പിലോട്ട് ഞാൻ പകരുകയാണ്. ഇത് നിൻ്റെ വചനമാണ്. അപ്പൻ മക്കളോട് പറഞ്ഞ വചനം ഞാൻ നിന്നോട് തിരിച്ചു പറയുകയാണ്. അപ്പോഴാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. അതാണ് ഈ പരിപാലകനാകുന്ന ദൈവം. പരിപാലകൻ എന്ന് പറയുമ്പം കെയർ ടേക്കർ, പ്രൊട്ടക്റ്റർ, പ്രൊവൈഡർ, ഇതെല്ലാം ഈ പരിപാലകനകത്ത് വരികയാണ്. എൻ്റെ സകലതും, എൻ്റെ കുടുംബത്തിൻ്റെ സകലതും കെയർ ടേക്കറായിട്ട് പരിപാലിക്കുന്നവൻ, അതിന് വേണ്ടത് നോക്കിക്കണ്ട് ചെയ്യുന്ന കംഫർട്ടറായിട്ട്, എൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ വന്ന് നിന്ന് ശത്രുവിനെ ഇല്ലാതാക്കിക്കൊണ്ട് എന്നെ ജയോത്സവമായിട്ട് നടത്തുന്ന ദൈവം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്നൊക്കെ നമ്മളങ്ങ് കണ്ണടച്ചങ്ങ് പറയുകയാണ്. കണ്ണടച്ച് പറയുമ്പോൾ എന്തോ ആത്മീയ മണ്ഡലത്തിൽ ഇത് വ്യത്യാസം വരുന്നെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ശത്രു മുൻപക്ഷത്ത് നിൽക്കുമ്പോൾ, ഇപ്പോൾ നീ ഇടറി വീഴുമെന്ന സമയത്താണ് യേശു ഈ വചനം തരുന്നത് എങ്കിൽ അത് ജീവനായില്ലേ? അത് ജീവനല്ലേ? അവിടെയാണ് നമ്മുടെ ബലം ഇരിക്കുന്നത്. ആ ദൈവം പറയുകയാണ്, യഹോവ നിൻ്റെ പരിപാലന, യഹോവ നിൻ്റെ വലതുഭാഗത്തെ നിനക്ക് തണൽ. ഇപ്പം എൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് യഹോവയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, വചനം. പിന്നെ നമ്മൾ നമ്മൾ മക്കളെക്കുറിച്ച് കരയുന്നു, ഭർത്താവിനെക്കുറിച്ച് കരയുന്നു, നമുക്കെന്നും സങ്കടങ്ങളല്ലേ? ഒന്നും നമ്മുടെ ഇല്ല, വല്ലവരുടെയും കൂടെ എടുത്തു വെക്കും നമ്മൾ. അതാണ് നമ്മുടെ നേച്ചർ.
പക്ഷെ ദൈവം പറയുന്നു, ഞാൻ ഇന്ന് മുതൽ നിൻ്റെ വലത്ത് ഭാഗത്ത് തണലായിട്ട്. അവൻ്റെ കൈ നമ്മുടെ മുകളിൽ വെച്ച് കഴിഞ്ഞു. ആ കൈ തന്നെ ഭർത്താക്കന്മാരുടെ, ഭാര്യമാരുടെ, മക്കളുടെ, ആൺമക്കളുടെ, പെൺമക്കളുടെ വെക്കുമ്പോൾ ഞാൻ ആത്മീയ ഗോളത്തിൽ കാണുന്നത്, എൻ്റെ ദൈവം അവരുടെ തലയിൽ കൈ വെക്കുമ്പോൾ അവരിലുള്ള ആത്മാവ് ജീവിച്ചിട്ട് അവരിലുള്ള ജഡം, അവരിലുള്ള ജഡശക്തി കരിഞ്ഞു പോവുകയാണ്. കാണുന്നുണ്ടോ? ഭസ്മം പോലെ വീഴുന്നത്. ഇങ്ങനെ തീയത്തിട്ട് ഇത് കരിഞ്ഞങ്ങ് പോവുകയാണ്. യു ക്യാൻ സീ ഇറ്റ് ഇൻ സ്പിരിറ്റ്. ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ വെക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മുൻപോട്ട് നടക്കും. എൻ്റെ ജഡവും ദേഹിയും ദൈവത്തിൻ്റെതല്ലാത്തത് തീയിൽ കരിഞ്ഞു പോകും. ദർ ഇസ് നോ മോർ. ആ ഫ്ലഷി ക്യാരക്ടർ ഇല്ല ഇവിടെ. അത് ചാമ്പലായിപ്പോയി. അല്ലാതെ ദൈവത്തിൻ്റെ അടുക്കൽ അപ്രോച്ച് ചെയ്യാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ടാണല്ലോ വെൻ യു ആർ സീറോ ഒള്ളി. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞു, ഞാനൊരു സീറോ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊരു വിലയില്ലെന്ന്. ഒരു കാലത്ത് എൻ്റെ മോൻ ചോദിച്ചു, എത്ര സീറോ ആകണമെന്ന് എന്നോട് ചോദിച്ചു, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഞാൻ പറഞ്ഞു, എത്ര സീറോ വേണേലും ഇട്ടോ, 7 സീറോ ഇട്ടോ നീ. അത് നമ്മൾ 0 ഇട്ടിട്ട് അതിൻ്റെ അടുത്ത വശത്ത് ഒരു 1 ഇടാമെങ്കിൽ എല്ലാ സീറോയ്ക്കും ഒരു വില വരുന്ന ഉടനെ 1,00,000 ഇല്ലേ? 5 സീറോ ഇടുമ്പോഴത്തേക്ക് 5 സീറോ ഇട്ടപ്പോഴത്തേക്ക് ലക്ഷമായി കഴിഞ്ഞില്ലേ? അല്ല, നിനക്ക് കോടി വേണം, എത്ര ലക്ഷം, എത്ര നമ്പർ വേണം, സീറോയുടെ. ആ സീറോയുടെ ഇപ്പോഴത്തെ ഒന്നായിട്ട് യേശു വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾ ഓരോന്നും ദൈവസന്നിധിയിൽ വിലപ്പെട്ടത്. നീ ബലഹീനത ഉള്ളതുകൊണ്ടല്ലേ എൻ്റെ അരികെ വന്നത്. സത്യത്തിൽ ഒത്തിരി കഴിവുള്ളതൊരു പ്രശ്നമാണ്. വലിയ കഴിവില്ലാത്തവരാണ് കൂടുതൽ കൃപയിൽ നടക്കുന്നത്. അവർ ജയിക്കുന്നേ കാണാം. അപ്പം യഹോവയുടെ യഹോവ നിൻ്റെ വലതുഭാഗത്ത് തണല. പകൽ സൂര്യനെങ്കിലും രാത്രി ഈ സൂര്യചന്ദ്രനെയാണ് പേടിക്കുന്നത് മനുഷ്യർ. ഇതിൻ്റെ നക്ഷത്രങ്ങളെ നോക്കുന്നവരൊക്കെ, ഒരു രാഹുകാലം നോക്കുന്നവരൊക്കെ ഇതിനൊക്കെ ഒരു ശക്തിയുണ്ടെന്ന് എഫേഷ്യൻസിനകത്ത് പറയുന്നുണ്ട്. ഈ ശക്തികളെ പേടിക്കണ്ട എന്ന് ദൈവം പറയുന്നുവെങ്കിൽ ഒരു ദോഷവും തട്ടാതെ വണ്ണം ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും. ഇതൊന്ന് അയച്ചു നോക്ക് മക്കളുടെ മേൽ, നമ്മുടെ പ്രയാസത്തിൻ്റെ മേൽ, നമ്മുടെ പണസംബന്ധം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ ആവശ്യത്തിനും യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. അപ്പോൾ ഇത് എടുത്ത് ദൈവാത്മാവിൽ നമ്മൾ ചൊല്ലുമ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് എൻ്റെ മുകളിലോട്ട് വീഴുകയാണ്. അത് കാണണം. അത് ഞാൻ കണ്ടു. ഇപ്രാവശ്യം അമേരിക്കയിൽ പോയപ്പം വി ഹാവ് ടു ഫേസ് മെനി പ്രോബ്ലംസ്. പക്ഷേ പല പ്രശ്നങ്ങളുടെ നടുക്ക് ദൈവത്തിൻ്റെ ആ ഒരു ഗോപുരം നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരു വലയം പോലെ വെച്ചങ്ങോട്ട് നിർത്തുന്ന നമുക്ക് കാണാം. ആ ശത്രുവിൻ്റെ മുൻപിൽ, അതായത് നമുക്കെതിരായിട്ട് വരുന്ന ശത്രു, നമ്മുടെ മിനിസ്ട്രിക്കെതിരായിട്ട് വരുന്ന ശത്രുവിൻ്റെ മുൻപിൽ അവൻ വാളൂരി പിടിച്ചിട്ട് നിൽക്കുകയാണ്. അവനല്ലേ പറഞ്ഞത് പരിപാലിക്കുമെന്ന്. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ടേക്ക് കെയർ എന്ന് പറഞ്ഞ എന്തുവാ? അടക്കാൻ വയ്യെങ്കിൽ എടുത്തുകൊണ്ട് നടക്കും, കിടക്കുകയാണെങ്കിൽ പൊക്കിയിരുത്തും. എൻ്റെ ഏത് ആവശ്യത്തിലും ഞാൻ മതിയാകും. ഈ ടേക്ക് കെയർ എന്നും കെയർ ടേക്കർ എന്നൊക്കെ പറയുന്നതിന് ഈ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മുടെ കംഫർട്ടർ, കൗൺസിലർ, ഹീസ് അവർ അഡ്വൈസർ, ഹീസ് അവർ കെയർ ടേക്കർ, ഹീസ് അവർ പ്രൊവൈഡർ. ഇതെല്ലാം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തിൽ വന്ന് ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാണ്. ലുക്കപ്പ്, മുകളിലോട്ട് നോക്കാം. 121 ചൊല്ലുമ്പോഴേ നമ്മുടെ ഭാരം വലുതാണെങ്കിൽ ഇച്ചിരി കൂടെ ഉറക്കിയൊന്ന് ചൊല്ലിയാൽ മതി. ആത്മാവ് അത് ഏറ്റെടുത്തിട്ട് ദൈവം ഉത്തരം തരും. അനേക കുടുംബങ്ങൾക്ക് ഈ 121 സങ്കീർത്തനം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സങ്കീർത്തനം. പക്ഷേ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഈ അമേരിക്കയിലുള്ള ഹോളിഡേക്ക് ഓരോ വേർഡിലും ക്രിസ്തുവിൻ്റെ പരിപാലനം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. വചനം ജീവനാണ്, വചനം ദൈവമാണ്. വചനത്തിൻ്റെ ശക്തിയിൽ വേറൊന്നും നിൽക്കത്തില്ല. നമുക്ക് ബലപ്പെട്ട് മുൻപോട്ട് പോകാം. അതിപരിശുദ്ധനായ ദൈവമേ, നീ ഞങ്ങളുടെ കെയർ ടേക്കർ, ഞങ്ങളെ കരുതുന്നവൻ, ഞങ്ങളെ പരിപാലിക്കുന്നവൻ. വചനം പുസ്തകത്തിലുണ്ട്, ശരിയാണ്. പക്ഷെ വചനം ആവശ്യത്തിൻ്റെ മുൻപിൽ ജീവനായിട്ട് എഴുന്നള്ളി വരുന്നത് കാണുമ്പോൾ ഇത്ര മഹത്വരമായൊരു വചനം ഇതിനകത്ത് എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ ആശ്വാസം, എത്രയോ വിടുതലാണ് കർത്താവേ. യഹോവ എൻ്റെ പരിപാലകൻ.
അവനൊരു ജലസ് ദൈവമല്ലേ? ഈസ് എ ജലസ് ഗോഡ്. ഈ ദൈവം തൻ്റെ നാമം വേറൊരാൾക്ക് കൊടുക്കത്തില്ല, തൻ്റെ മഹത്വവും കൊടുക്കത്തില്ല. തൻ്റെ മക്കളെ പരിപാലിക്കാൻ അറിയാവുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളെ പരിപാലിക്കുന്ന ദൈവം നമ്മുടെ തലമുറകളെ പരിപാലിക്കും. അതവൻ്റെ വിശ്വസ്തത. ഹീസ് എ ജസ്റ്റ് ഗോഡ്. ഹീസ് മൈ റോക്ക്. His work are perfect. His ways are just and faithful. Just and truth is he. Just and truth is he, Lord. Lord, നിൻ്റെ സത്യത്തെ ഞങ്ങൾ മറന്ന് ജീവിക്കാൻ ഇടയാക്കൽ. നിൻ്റെ സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ തൊടുമ്പോൾ ഞങ്ങൾക്ക് പ്രയോജനമായി, ഞങ്ങൾക്ക് ഗോപുരമായി, ഞങ്ങൾക്ക് കോട്ടയായിട്ട്, ഞങ്ങൾക്ക് ഒരു വലിയ സങ്കേതമാക്കി നിൻ്റെ വചനം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.